മീറ്റ് ദ കാൻഡിഡേറ്റിൽ വാമനപുരം UDF സ്ഥാനാർത്ഥി ആനാട് ജയനൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നാലര പതിറ്റാണ്ടുകാലമായി LDF കുത്തകയായി സൂക്ഷിച്ചിരിക്കുന്ന നിയോജക മണ്ഡലമാണ് വാമനപുരം. ഈ തവണ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ UDF നിയോഗിച്ചിരിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ ആനാട് ജയനെയാണ്. 2 തവണ ആനാട് ഗ്രാമപഞ്ചായത്ത് അംഗമായ ജയൻ ഒരു തവണ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി ആനാട് ജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പ് വീട്ടിൽ പത്രം വായിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്തൊക്കെയാണ്? ഇന്നത്തെ വാർത്ത പ്രധാനമായും കേരളത്തിൽ വോട്ടർമാരുടെ വ്യാജ വോട്ടുകൾ, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ള വ്യക്തികളുടെ വാർത്തയാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രചാരണ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ഞാൻ രാവിലെ നന്യോട് ഗ്രാമപഞ്ചായത്തിലെയും പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെയും വോട്ടർമാരെ നേരിൽ കാണുന്നതിലേക്ക് വേണ്ടി രാവിലെ ഇറങ്ങുകയാണ്. കൂടാതെ പരമാവധി വോട്ടർമാരെ കിട്ടാവുന്ന സമയമനുസരിച്ച് വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രധാന പരിപാടി. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ പൊതുവെ വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെ? ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഞാനും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ട്. ആ ആത്മബന്ധം ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഞാൻ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിച്ചവരാണ്. അപ്പോൾ വൈകാരികമായി ഞാൻ പിറന്നു വീണ മണ്ണാണ് ഈ വാമനാപുരം എന്ന് പറയുന്ന മണ്ഡലം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാമനാപുരത്ത് ജനിച്ചു, ആനാട് വളർന്നു. ഈ നിയോജക മണ്ഡലത്തിലും ഈ താലൂക്കിലും രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ 44 വർഷക്കാലമായി. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1976 സി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KSUവിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാനൊരു KSU പ്രവർത്തകനായി ആനാട് സ്കൂളിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് ഞാനൊരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ഞാൻ KSUവിൻ്റെ ദീപശിഖാങ്കിതമായ നീലപതാകയും പിടിച്ചുകൊണ്ട് അന്ന് കോട്ടയത്ത് നടന്ന KSUവിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ നിന്നാണ് ഞാൻ KSUവിൻ്റെ പ്രവർത്തകനായി നാട്ടിൽ യുവജന സാമൂഹ്യ പ്രവർത്തകനായി ഞാൻ കടന്നു വന്ന് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഞാനൊരു രാഷ്ട്രീയക്കാരനായി മാറും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. സാഹചര്യങ്ങൾ എന്നെ അതിലേക്ക് നയിച്ചു. ഒരു കോൺഗ്രസ് വികാരം എൻ്റെ സിരകളിലൂടെ ഓടി. ആ സിരകളിലൂടെ ഓടിയ എൻ്റെ രക്തത്തിൻ്റെ, എൻ്റെ കോൺഗ്രസിനോടുള്ള അടങ്ങാത്ത ആവേശം രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ ഈ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് സ്ഥാനങ്ങളും പദവികളും ജനപ്രതിനിധിയൊക്കെ ആയി എനിക്കെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്നത് ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കേരളത്തിൽ 92 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ഈ ആനാടെന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും പൊതുരംഗത്ത് വന്ന എനിക്ക് ലഭിച്ച അംഗീകാരം, അത് വലിയൊരു അംഗീകാരമായി ഞാനതിനെ കാണുന്നു. ഈ മണ്ഡലം എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ തവണ UDF പിടിച്ചെടുക്കും, ആ തരത്തിലുള്ള ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 25 വർഷക്കാലമായി ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തിയാണ്. ഈ ആനാടെന്ന് പറയുന്ന പഞ്ചായത്ത് CPMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന പഞ്ചായത്തായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ്സിന് ഒരു 2 സീറ്റോ കൂടിയാൽ 3 സീറ്റോ ഒക്കെ ജയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിയമസഭാ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വോട്ടെണ്ണുമ്പോൾ 2500-3000 വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്ന ഒരു പഞ്ചായത്തായിരുന്നു. പക്ഷേ ഞാനടക്കമുള്ള തലമുറ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ഈ പഞ്ചായത്ത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി മാറുന്ന പഞ്ചായത്തായി ഈ പഞ്ചായത്ത് മാറി. ഞാൻ എല്ലാ ഇലക്ഷനിലും മത്സരിച്ചത് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പറാവുന്നത് CPMൻ്റെ കയ്യിലിരുന്ന സീറ്റ് CPMൻ്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ ജയിച്ച സീറ്റിലാണ് ഞാൻ ജയിച്ചു വന്നത്. അതിനുശേഷം ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും തീപാറുന്ന മത്സരമായിരുന്നു.
അന്നെല്ലാവരും ഉറ്റുനോക്കിയ മത്സരമായിരുന്നു ആനാട് പഞ്ചായത്തിൽ. അപ്പോൾ എൻ്റെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളൊക്കെ അന്ന് പറഞ്ഞു, ഈ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച് ജയിക്കുമെന്നത് പ്രതീക്ഷയുണ്ടെന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ദൃഢനിശ്ചയത്തിൻ്റെയും എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രതിജ്ഞ എന്ന നിലയിൽ ഞാൻ മത്സരരംഗത്തേക്ക് പോയി. ആ വാശിയേറെ തെരഞ്ഞെടുപ്പിലാണ് 2000 ഞാൻ ഈ മണ്ഡപം വാർഡ് ആദ്യം ആനാട് ചെറുവേലി വാർഡ് എന്നാണ് പഞ്ചായത്ത് മെമ്പറായത്. രണ്ടാമത് മണ്ഡപം വാർഡിൽ നിന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ തിരഞ്ഞെടുപ്പിൽ ആനാട് പഞ്ചായത്തിലെ 14 സീറ്റിൽ 10 സീറ്റും UDF ജയിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ അത് കഴിഞ്ഞ് 5 വർഷക്കാലം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ജനകീയത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ മറ്റേത് പഞ്ചായത്തിനേക്കാൾ ഉയർച്ചയുടെ പടവുകളിലേക്ക് പിടിച്ചുയർത്താൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, 5 വർഷത്തിനിടയിൽ 4 പ്രാവശ്യം ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഏറ്റുവാങ്ങാൻ ആ ഭരണകാലഘട്ടത്തിൽ കഴിഞ്ഞു. പാവങ്ങളും സാധാരണക്കാരുമൊക്കെ താമസിക്കുന്നൊരു പഞ്ചായത്ത് എന്ന നിലയിൽ അന്നത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ നിവേദനമെന്ന് പറയുന്നത് എൻ്റെ ഒരു കക്കൂസ് വേണം. അതെനിക്ക് മാനസികമായി എന്നെ വൈകാരികമായി എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ചു. മനുഷ്യൻ്റെ നാണം മറയ്ക്കാനും മാലിന്യങ്ങളിൽ നിന്ന് ഒരു വീടിൻ്റെ പരിസര പ്രദേശം വൃത്തിയാക്കാനും ഒക്കെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബം ഒരു കക്കൂസ് വേണം എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല എന്ന് ഞാൻ കരുതിയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആനാട് പഞ്ചായത്തിൽ ഒരു സർവേ നടത്തി. ആ സർവേ നടത്തിയപ്പോൾ 4000 കുടുംബങ്ങൾക്ക് ആനാട് പഞ്ചായത്തിൽ കക്കൂസിലായിരുന്നു. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഈ പറയുന്ന പത്രങ്ങളിലൂടെയൊക്കെ മാലിന്യത്തിനോട് വിട, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ത്രീകളടക്കമുള്ളവർക്ക് നാണം മറയ്ക്കാൻ പിന്നെ ബാത്റൂം, അല്ലെങ്കിൽ മരുമകൾ വരുമ്പോൾ മരുമകൾ ചോദ്യം ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അനുഭവ സമ്പത്തിലൂടെ ആനാട് പഞ്ചായത്തിലെ 4000 കുടുംബങ്ങൾക്ക് കക്കൂസ് നിർമ്മിക്കാനുള്ള പ്രോജക്റ്റ് വെച്ചു. അത് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി, ശുചിത്വ മിഷൻ്റെ കൂടെ സഹായത്തോടു കൂടി. എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്നൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ആനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടത്തിലാണ് അത് പ്രവർത്തിച്ചത്. അപ്പോൾ അന്ന് പഞ്ചായത്ത് ഇത് അനുവദിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അന്ന് VM സുധീരൻ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ VM സുധീരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും AK ആന്റണി മുഖ്യമന്ത്രിയുമാണ്. അന്ന് പാലോട് MLA ആണ്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആനാട്ടേക്കൊരു പ്രാഥമിക കേന്ദ്രം അനുവദിച്ചു. പക്ഷേ 1 വർഷത്തിനകം കെട്ടിടം കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അത് ചെയ്തില്ല. പക്ഷേ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ എൻ്റെ പ്രധാന അജണ്ട ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ആനാടിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് ആനാട് പുലിപ്പാറ റോഡിൽ 75 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച്, അത് ഏറ്റവും നല്ല പഞ്ചായത്തിന് കിട്ടിയ അവാർഡ് ഉപയോഗിച്ച് വാങ്ങിച്ച് അവിടെ അതിമനോഹരമായ കെട്ടിടം നിർമ്മിച്ചു. ഒപ്പം മൃഗാശുപത്രിക്ക് സ്ഥലം വാങ്ങിച്ച് കെട്ടിടമുണ്ടാക്കി, മാർക്കറ്റിന് സ്ഥലം വാങ്ങിച്ച് കെട്ടിടമുണ്ടാക്കി, 16 അംഗൻവാടികൾ അനുവദിപ്പിച്ചു. ആ അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടവും കുടിവെള്ള പദ്ധതിയും നടപ്പിലാക്കി. അതായത് ഇത്തരം വികസന പദ്ധതികൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ, പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ, പിന്നീട് 3 വട്ടം ജില്ലാ പഞ്ചായത്ത് അംഗവുമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇടത് ക്യാമ്പുകളിൽ അല്ലെങ്കിൽ ഇടത് പാളയങ്ങൾ അവിടെ വിള്ളലുണ്ടാക്കിയാണ് ഈ ജനപ്രതിനിധിയായി മാറുന്നത്. ഈ തവണ അതേ ഒരു രീതിയിൽ തന്നെ ഇടത് കേന്ദ്രത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്. അതായത് എനിക്കൊരു സമീപനമുണ്ട്. ഞാൻ എൻ്റെ ഈ വീട്, ഈ വാതിൽ ഞാൻ ആർക്ക് വേണ്ടി അടക്കില്ല. എന്നെ ആൾക്കാർ, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അത് അടിയുറച്ച് മരിക്കുന്നത് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനായി ഞാൻ ജീവിക്കും. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയെ
വരാൻ പാടുള്ളൂ. മറ്റൊരു പതാക എൻ്റെ ശരീരത്തിൽ പതപ്പിക്കാൻ എൻ്റെ ശരീരവും അനുവദിക്കില്ല, എൻ്റെ ആത്മാവും അനുവദിക്കില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വരുന്ന ആരോടും ഞാൻ രാഷ്ട്രീയം ചോദിക്കില്ല, ജാതി ചോദിക്കില്ല, മതം ചോദിക്കില്ല. ഒരു ജനം എന്ത് കാര്യത്തിനാണോ വരുന്നത് ആ കാര്യം എന്നെക്കൊണ്ട് നടത്താൻ കഴിയുന്നതാണെങ്കിൽ ഞാനത് ഏതറ്റം വരെയും പോയി ഞാൻ സഹായിക്കും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല. എൻ്റെ വീട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആൾക്കാർ വരാറുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അവർ BJP ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർ RSP ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവരെ മാന്യമായി സ്വീകരിക്കും. അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കും. അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. അവിടെയാണ് ഞാനെന്ന രാഷ്ട്രീയക്കാരന് ജനങ്ങൾ രാഷ്ട്രീയം മറന്ന്, മതവും ജാതിയും മറന്ന് വോട്ട് ചെയ്യുന്നത്. അതിനെ തടഞ്ഞു നിർത്താൻ ആര് വിചാരിച്ചാലും അത്ര സാധ്യമൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന CPMൻ്റെ കോട്ടകളിൽ പോയി ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിനതീതമായി വോട്ട് ചെയ്യാനുള്ള മനസ്സ് ആ ജനഹൃദയങ്ങളിൽ ഉണ്ടായത്. ഇനി നമുക്ക് പ്രചാരണത്തിന് ഇറങ്ങാം അല്ലേ? റെഡി ആവുമല്ലേ അല്ലേ? കാർഷിക മേഖലയാണ് ജില്ലാ സംസ്ഥാന അതിർത്തി കൂടിയായ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ ആശ്രയം. അതുകൊണ്ട് തന്നെ കർഷകരോടുള്ള അവഗണന പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് UDF തീരുമാനം. നമ്മുടെ പര്യടത്തിലെ കൃഷിയാണ്, നമ്മുടെ സ്വന്തം കൃഷിയാണ്. ഈ കൃഷി പിന്നെ ജേടൻ തന്നെ അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. ഞാൻ നോക്കുന്നതിനേക്കാൾ ഭാര്യയാണ് കൃഷി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എനിക്ക് സമയം കിട്ടും മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഭാര്യ കിട്ടുന്ന സമയമൊക്കെ വാഴക്കൃഷിയും ഈ പറയും പോലെ മലക്കറി അതൊക്കെ. നമ്മുടെ മണ്ഡലത്തില് കാർഷിക മേഖലയാണോ മണ്ഡലത്തിന്റെ? അതിന്റെ എന്തൊക്കെ ഈ നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും പ്രത്യേകതയാണ്, ഈ നിയോജകമണ്ഡലം തീർത്തും ഒരു കാർഷിക അധിഷ്ഠിതമായ മേഖലയിൽ പണിയെടുക്കുന്ന കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഈ നിയോജകമണ്ഡലത്തിന്റെ പ്രധാന വരുമാനം. കൃഷി കൊണ്ട് മാത്രം ജീവൻ നയിക്കുന്ന ആൾക്കാരാണൊരു 70%. നെൽകൃഷിയുടെ നാടായിരുന്നു, കപ്പയുടെ നാടായിരുന്നു, പിന്നെ റബ്ബറായി, കമുകിൻ്റെ നാടായിരുന്നു, വാഴക്കൃഷി, മലക്കറി കൃഷി, പച്ചക്കറി കൃഷി. ഇതെല്ലാം ഈ നിയോജക മണ്ഡലത്തിലെ കർഷകർ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പും അതുപോലെ കാർഷിക വിപണന കേന്ദ്രങ്ങളുമൊക്കെ ഈ നിയോജക മണ്ഡലത്തിലെ കർഷകർ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. കൂടുതലും പിന്നെ രാസവളം ഒഴിവാക്കിക്കൊണ്ടും ജൈവവളം ചേർത്തും കൃഷി ചെയ്യുന്ന കർഷകരാണ് കൂടുതലായി ഉള്ളത്. ഈ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഒട്ടേറെയാണ്. ഒരുപക്ഷെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ആവർത്തിക്കുകയാണ്. അപ്പം ജനപ്രതിനിധിയായി വാമനപുരത്തെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു പ്രധാന കാര്യം, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന വിഭവങ്ങൾ, ആ വിഭവങ്ങൾ കൊണ്ട് തൊഴിൽ സംരംഭ യൂണിറ്റുകൾ തുടങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന അജണ്ട. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ വാഴക്കൃഷി ചെയ്യുന്ന ഒരു നിയോജകമണ്ഡലമാണ്, മലക്കറി കൃഷി ചെയ്യുന്ന ഒരു നിയോജകമണ്ഡലമാണ്, ഏറ്റവും കൂടുതൽ ചക്ക കൃഷി ചെയ്ത് ചക്ക പിന്നെ പ്ലാവ് നിന്നും ചക്ക കിട്ടുന്ന ഒരു പ്രദേശമാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ചക്കയെല്ലാം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് വിഭവങ്ങളായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ചക്കയും ചക്കക്കുരും ചക്കയിൽ നിന്നെടുക്കാവുന്ന ഒട്ടനവധി വിഭവങ്ങളുണ്ട്. അത് അടിസ്ഥാനമായി തന്നെ നമുക്ക് ഈ മേഖലയെ തൊഴിൽ വ്യവസായവുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ എനിക്ക് ജനപ്രതിനിധിയാവാൻ കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട്
ഈ നിയോജക മണ്ഡലത്തിലെ ചക്കയും മരിച്ചിനിയും വാഴക്കൃഷിയും വാഴയും പിന്നെ വാഴക്കുലയും മറ്റ് പച്ചക്കറിയെല്ലാം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ കയറ്റി അയക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ സംരംഭ യൂണിറ്റുകൾ ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്ന് അത് വഴി വളരെയധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങളാക്കി മാറ്റുക. അതാണ് പ്രധാന ലക്ഷ്യം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ അവർക്ക് മാന്യമായ വില കിട്ടുക. കാർഷിക മേഖലയിൽ കുടിവെള്ളവും വൈദ്യുതിയും ഒക്കെ എത്തിക്കാനുള്ള പദ്ധതിക്ക് പ്രാധാന്യം കൊടുക്കുക. അതിലുപരി ഈ നിയോജകമണ്ഡലത്തിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവികളിൽ നിന്നും ഈ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ്. കർഷകൻ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ മുഴുവൻ ഈ വന്യജീവികൾ നശിപ്പിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം നശിപ്പിക്കുന്നു മാത്രമല്ല മനുഷ്യനെ ഉപദ്രവിക്കുന്നു. ഇത് ഏറെക്കാലമായുള്ള ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവാത്തത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കർക്കശമായ നിയമമാണ് ഈ രംഗത്ത് ഏറ്റവും പ്രതിസന്ധിയുള്ളത്. കർഷകൻ ദാരിദ്ര്യവും പട്ടിണിയിലേക്ക് അവനെ പറഞ്ഞു വിടുമ്പോഴും ഈ വന്യജീവികൾ കാർഷിക മേഖല തകർക്കുമ്പോഴും ഈ വന്യജീവികൾ മനുഷ്യനെ കൊല്ലുമ്പോഴും നമ്മൾ മൃഗങ്ങളെ കൊല ചെയ്യാൻ പാടില്ല, മൃഗങ്ങളെ എന്നുള്ള ഒരു നിയമം നമ്മൾ നിലനിൽക്കുമ്പോൾ ഭരണാധികാരികൾക്ക് പലപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മളെ വന്യജീവികളെ ഒരിക്കലും കൊല്ലാൻ പാടില്ല, പക്ഷെ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ആ വന്യജീവികളെ നിയന്ത്രിച്ച് കർഷകന്റെ പുരയിടത്തിലേക്ക് പോകാതെ കർഷകന്റെ പുരയിടങ്ങൾ നശിപ്പിക്കാതെ കൃഷി നശിപ്പിക്കാതെ മനുഷ്യനെ കൊല്ലാതെ ഈ വന്യമൃഗങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് വളരെ ഗാഢമായ ചിന്തകളുണ്ടാവണം, പ്രവൃത്തി ഉണ്ടാകണം. അതിന് ഞാൻ അതിൻ്റെതായ പോരാട്ടം നടത്തും. വാമനപുരത്തെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായിരുന്നു ജയൻ ജനിച്ചത്. ശക്തമായ എതിർപ്പ് അതിജീവിച്ചാണ് കോൺഗ്രസ് നേതാവായതെന്ന് ആനാട് ജയൻ ഓർമ്മിക്കുന്നു. വാമനപുരത്താണ് അമ്മയുടെ കുടുംബം. എന്റെ കുടുംബം വാമനപുരമാണ്. എന്നെ പ്രസവിച്ചതും അമ്മയുടെ വീട്ടിലാണ്. അവിടുത്തെ വാമനപുരത്തെ ഒരു പുരാതനമായ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് അമ്മയുടെ പഴയകാല കുടുംബം. അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ആ തലമുറയിൽപ്പെട്ട ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരായി. എൻ്റെ അനുജൻ തന്നെ അമ്മയുടെ ചേച്ചിയുടെ മകൻ രാജീവ് പി നായർ അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, DCC മെമ്പറും ബാങ്കിൻ്റെ പ്രസിഡന്റും ഒക്കെയാണ്. പക്ഷെ പഴയ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒളിവ് സങ്കേതങ്ങളിൽ ഒളിച്ചു താമസിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന അമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരായ വീടുകളിലാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ ഒളിച്ചു താമസിച്ചത്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച കോൺഗ്രസ്സുകാരാണ്. നമ്മുടെ ഒരു നാരായണപിള്ള എന്നൊരാളുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. അപ്പോൾ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് തീവ്രതയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഞാനൊക്കെ KSC പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് ഈ ബന്ധുക്കളെല്ലാം അവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നില്ല. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോയത് എന്തിന്, ഞങ്ങളുടെ കുടുംബമായി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഞാനൊരു കോൺഗ്രസ്സുകാരനായി വരുമ്പോൾ കൈയാക്കി ആശീർവദിക്കുകയും ചെയ്തു. പക്ഷെ ഞാനതൊന്നും ഉപയോഗിച്ചില്ല. പക്ഷെ പിൽക്കാലം വന്നപ്പോൾ അവരെല്ലാം എൻ്റെ പിന്നോടൊപ്പമുള്ള ബന്ധങ്ങളിലേക്കും എൻ്റെ ചിന്താഗതികളിലൂടെ എല്ലാവരും ചേർന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്കെല്ലാം എന്നെ താല്പര്യമായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു വലിയ ബന്ധം ഉള്ള കുടുംബത്താണ് അമ്മ വരുന്നത്. അച്ഛനും കമ്മ്യൂണിസ്റ്റുകാർ, എൻ്റെ അച്ഛനും കമ്മ്യൂണിസ്റ്റുകാരനാണ്. എനിക്ക് പൊതുജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സംഭാവന വളരെ പിന്തുണ വളരെ വലുതാണ്. എല്ലാ അർത്ഥത്തിലും എൻ്റെ രാഷ്ട്രീയക്കാരനെന്നതിലുള്ള എൻ്റെ പ്രവർത്തന ശൈലിയുമായി പൂർണ്ണമായി യോജിച്ചാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടറിയാമല്ലോ, ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റത്തില്ല. ഭാര്യയും മക്കളും ആയിട്ട് ഒരുപക്ഷെ യാത്രകളോ അല്ലെങ്കിൽ പല ചടങ്ങുകളിൽ പങ്കെടുക്കാനൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോഴൊക്കെ വരുമ്പോൾ ഞാൻ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തേക്കാൾ കൊടുക്കുന്നത് പൊതുപ്രവർത്തനം തന്നെ കൊടുക്കണം. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഭാര്യയ്ക്കും മക്കൾക്ക് ചില വിഷമങ്ങൾ തോന്നിയിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരുങ്ങിയിരിക്കും, ഞാൻ വരില്ല. അപ്പോൾ പക്ഷെ അവരതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആരംഭത്തിലൊക്കെ ഭാര്യയ്ക്കൊക്കെ ഒരു വർഷം ഉണ്ടായിരുന്ന സമയം പിന്നെ എവിടെയെങ്കിലും പോകാൻ വിളിച്ച് പറയും. അപ്പോൾ റെഡിയായി കഴിയുമ്പോൾ ഞാൻ 3-4 മണിക്കൂറായി കഴിഞ്ഞായിരിക്കും ഞാൻ വരുന്നത്. ഇവരെല്ലാം ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. വരുമ്പോൾ അല്പമൊക്കെ ഒന്ന് മുഖം കറുത്തിരിക്കും, ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ലാതെ പോകും.
അവരെ ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം അങ്ങനെ ആവുന്നതുകൊണ്ട് പിന്നെ അത് അവരതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ ശൈലി അതാണെന്നുള്ളതിൽ 12 വയസ്സിൽ ഇറങ്ങിയാനാണ്. 12 വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. 12 വയസ്സിൽ ഞാൻ KSC പ്രവർത്തനമായി കിടന്ന് തുടങ്ങുന്നതാണ്. ഇവിടെ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ ശ്രീ ആനാട് ശിശു എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ എല്ലാവർക്കും പൊതുസമ്മതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇറങ്ങിയത്. പക്ഷേ അച്ഛൻ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരം കൂടെ ആയതുകൊണ്ട് ഞാൻ കോൺഗ്രസ് സ്ഥലത്തേക്ക് പോകുമ്പോൾ മനസ്സുകൂടെ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി കാലങ്ങളൊക്കെ ഈ സമ്മേളനങ്ങൾക്ക് ജാഥകൾക്ക് പോയിട്ട്, അന്നൊക്കെ ഇന്നത്തെ സംവിധാനം ഒന്നുമില്ലല്ലോ, ഈ ലോറി കയറി പോവും അല്ലെങ്കിൽ നടന്നു പോവും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയിട്ട് വരുമ്പോൾ അർദ്ധരാത്രിയൊക്കെ ആവും. അപ്പോൾ ഒരു രാത്രി 9 മണിയൊക്കെ കഴിയുമ്പോൾ അമ്മയുടെ അച്ഛൻ പറയും, ഇവനെ വീട്ടിൽ കയറ്റരുത്, പിന്നെ ഇവൻ ഇവിടെ രാജ്യം നന്നാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ ചൂടാവും. അമ്മയുടെ പറയും ഒരു പട്ടിണി കിട്ടാൻ മതി, ഇവന് ആഹാരം കൊടുക്കണ്ടായി, അപ്പം ജാഥയ്ക്ക് പോയിരിക്കില്ലെന്ന് പറയും. അമ്മ വളരെ രഹസ്യമായിട്ട് പിന്നെ ആഹാരമൊക്കെ എടുത്ത് വെച്ച് പുറകിലത്തെ വാതിൽ പിന്നെ കൊണ്ടുവച്ചിട്ട് വാതിൽ തുറന്നിട്ട് ഞാൻ വരുമ്പോൾ അതൊക്കെ വാതിൽ തുറക്കും, ആഹാരം എടുത്ത് കഴിക്കും, ആരും അറിയാതെ നിന്ന് കിടന്നുറങ്ങും. ഈ അച്ഛന് ദേഷ്യം വരുമെങ്കിലും അമ്മയ്ക്ക് പിന്നെ സ്വാഭാവികമായിട്ട് മകനോട് സ്നേഹം കൂടുതലായിരിക്കും. ഇന്നത്തെ പ്രചാരണത്തിൽ ആദ്യ സന്ദർശനം നന്ദിയോട് പഞ്ചായത്തിലാണ്. കവലകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് സ്ഥാനാർത്ഥി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ UDFന്റെ സ്വാധീനം സത്യം പറഞ്ഞ എത്രത്തോളം? നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ UDF ആണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. അവിടെ കോൺഗ്രസ്സിന് ശക്തമായ അടിത്തറയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തന രംഗത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പഞ്ചായത്തെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായി ജില്ലാ പഞ്ചായത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശക്തി ഉള്ള പഞ്ചായത്ത് തന്നെയാണ്, പക്ഷേ ഞാൻ ആദ്യമായി ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ ജയൻ പുറകെ പോകും എന്നാണ് അന്ന് പറഞ്ഞത്. 15 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ജില്ലാ പഞ്ചായത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് 850 വോട്ട് ആ പഞ്ചായത്തിൽ ലീഡ് കിട്ടി. അതാരും പ്രതീക്ഷിക്കാത്ത ലീഡാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിൽ വളരെയധികം ആത്മബന്ധമുള്ള പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും, അതിലുപരി ഒരുപാട് കുടുംബങ്ങളുമായി എനിക്ക് വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വോട്ടായി മാറും എന്ന വിശ്വാസം എനിക്കുണ്ട്. ആദ്യമെത്തിയത് നന്ദിയോട് ടൗണിൽ കടകൾ കയറിയിറങ്ങിയാണ് വോട്ടഭ്യർത്ഥന. വോട്ട് തേടിയുള്ള യാത്രയിൽ വാമനപുരം മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങളാണ് ആനാട് ജയൻ പങ്കുവച്ചത്. രണ്ടു തവണ പഞ്ചായത്തിലും 3 തവണ ജില്ലാ പഞ്ചായത്തിലും അംഗമായതിൻ്റെ അനുഭവ സമ്പത്താണ് ആനാട് ജയന് കരുത്തു പകരുന്നത്. ഈ നിയമസഭാ മണ്ഡലത്തിലെ മലയോര മേഖലയിലടക്കം വലിയ വികസന പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാധാന്യം നൽകുന്ന കുറേ വിഷയങ്ങളുണ്ട്.
ഒന്ന്, ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് തിരുവനന്തപുരം ചെങ്കോട്ട റോഡാണ്. ഈ റോഡ് യഥാർത്ഥത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു വലിയ ഫണ്ട് ഉപയോഗിച്ച് ഇത് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന റോഡെന്ന നിലയിൽ ഇത് ഒരു NH റോഡായോ മാറ്റേണ്ട റോഡാണ് ഈ റോഡ്. അപ്പോൾ ആധുനിക സംവിധാനത്തിലുള്ള ജനങ്ങൾക്ക് അപകടം വരുത്താത്ത മികച്ച ഗതാഗത സംവിധാനം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകണം. 2, തീർത്തും കർഷകരുടെ നാടാണ് ഈ നാട്. അപ്പോൾ കാർഷിക മേഖലയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന വാമനാപുരം നദി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഡാമുകൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, കുടിവെള്ളത്തിന് വേണ്ടി നമ്മുടെ ജില്ലയിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പേപ്പാറ ഡാമും നമ്മുടെ അരുവിക്കര ഡാമും ഒക്കെ പോകുന്നത് അപ്പുറത്ത് അരുവിക്കര മണ്ഡലത്തിലാണ്. ഒരു മലയോര പ്രോജക്റ്റ് ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഉണ്ടാകും. അതുണ്ടാക്കിയെടുത്ത് കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പദ്ധതി. മീറ്റ് ദ കാൻഡിഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ നന്ദി, നമസ്കാരം.